അയന് പപ്പ എന്തി അയന് പപ്പ എന്തി വാവേ വാവേ എടങ്ങ് നോക്ക് ഇങ്ങോട്ട് വാ. പപ്പ എന്തി പപ്പ എവിടെ പോയി? പപ്പ ലോറി പോയോ? എവിടെ പോയതാ? എവിടെ പോയതാ പപ്പ? ലോറി പോയോ? ലോറി വരുവോ ഇനി? ലോറി വരുവോ? മോൻ ലോറി കയറിയോ? പപ്പ ലോറി പോയി. ഇതാണോ ലോറി? ഇതാണോ പപ്പന്റെ ലോറി? അയാളിതിൽ കയറുവോ? അയന് പപ്പന്റെ ലോറി ഞാൻ എടുത്തോട്ടെ. മണ്ണ് പോരാൻ പറ്റുമോ? നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ അർജുൻ എന്ന് പറയുന്നത് നമ്മുടെ ഷിരൂര് അപകടത്തിൽപ്പെട്ട അർജുൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്. ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയുക? ഇതെല്ലാം ചോദിക്കാൻ പറ്റിയ സമയവും സന്ദർഭവുമാണോ ഇത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സത്യത്തിൽ മാന്യമായി സംസാരിക്കുന്നത് കണ്ട് തെറ്റിദ്ധരിക്കരുത്. എൻ്റെ വായിൽ സത്യം പറഞ്ഞാൽ പച്ചത്തെറിയാണ് വരുന്നത്. ഇമാതിരി ചോദ്യവുമായിട്ട് കയറി ചെല്ലാൻ പറ്റിയ സമയം. നല്ല രീതിയിൽ തെറി വിളിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അത്തരത്തിൽ വിളിക്കാൻ സാധിക്കില്ലാത്തത് കൊണ്ടും ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ്. വിളിച്ചോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വിളിച്ചോ. അല്ലാതെ നിനക്ക് എന്താ പറയുക? ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അർജുൻ നഷ്ടപ്പെട്ടിട്ട് ഏകദേശം 13 ദിവസങ്ങളോളമായി. നമ്മുടെ അർജുൻ്റെ എന്താ പറയുക, യാതൊരു അറിവും നമുക്ക് ലഭിച്ചിട്ടില്ല. അർജുൻ എവിടെയാണെന്നോ എന്താ സംഭവിച്ചെന്നോ ഒരു അറിവും നമുക്ക് ലഭിച്ചിട്ടില്ല. ആ ട്രക്ക് വെള്ളത്തിനടിയിലുണ്ടെന്ന് മാത്രം നമുക്കറിയാം. അതൊന്നും കണ്ടെത്താൻ പോലും ആയിട്ടില്ല. അതിനു മുമ്പ് മൈക്കും തൂക്കി പിടിച്ചുകൊണ്ട് ചെന്ന് ചോദിക്കാൻ പറ്റിയ ചോദ്യം, നിന്നെയൊക്കെ ആരാണ് മാധ്യമപ്രവർത്തകയാക്കിയത്? ഞാൻ ചോദിക്കണോ, നിന്നെയൊക്കെ ആരാണ് മാധ്യമപ്രവർത്തകയാക്കിയത്? അത് പബ്ലിഷ് ചെയ്യാൻ കാണിച്ച ധൈര്യം സമ്മതിക്കണം നിന്നേക്ക. ഞാൻ ചോദിക്കുന്നത്, അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ചപ്പടിച്ച് വിളിക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ അർജുൻ്റെ വീട്ടുകാരുടെ അവസ്ഥ നിനക്കൊന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? നീ ഈ ചോദ്യങ്ങൾ കുട്ടിയോട് ചോദിക്കുമ്പോൾ അപ്പുറത്തിരുന്ന് കരയുന്ന അമ്മയും ഭാര്യയും സഹോദരിയൊക്കെ നീ കാണുന്നില്ല. ആ കുട്ടിക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല, ശരി. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉള്ളൊരുകുന്ന അമ്മയും ഭാര്യയും സഹോദരിയും അപ്പുറത്തുണ്ടെന്ന് നീ ആലോചിക്കുന്നില്ല. നിനക്ക് ആവശ്യം കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഏർണിങ്സും. അതിന് വേണ്ടിയിട്ട് നീ ഈ കിടന്ന് ആ കുട്ടിയോട് നീ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? ബോധമുണ്ടോ നിനക്ക്? അത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നീ ഈ സിറ്റുവേഷനിലാവണം. അപ്പം നിനക്ക് മനസ്സിലാവും. അല്ലാതെ നിനക്ക് എന്താ പറയേണ്ടത്? എനിക്കിതിക്കുള്ള അധികമൊന്നും പറയാനില്ല. എനിക്ക് പറയണമെന്ന് വെച്ചാലേ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ അധികം വലിച്ചു നീട്ടുന്നില്ല. പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് തോന്നിയെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇത്തരത്തിലുള്ള മലവാണങ്ങളൊന്നും വീട്ടിൽ കയറ്റാതിരിക്കുക. അർജുൻ്റെ ഫാമിലിയോട് എനിക്ക് പറയാനുള്ളത്, ഫാമിലിയോട് മാത്രമല്ല നാട്ടുകാരോടും, ഇത്തരത്തിലുള്ള മലവാണങ്ങളെ വീട്ടിൽ കയറ്റാതിരിക്കുക.